AR റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ നാട് വെക്കലാമോ? അതായത് ഈ സിനിമയ്ക്ക് AR റഹ്മാനെ മ്യൂസിക് ഡയറക്ടറായിട്ട് ഫിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. AR റഹ്മാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം നേരം നടക്കില്ല. പുള്ളി ഡേറ്റ് എടുത്ത് മാറ്റും, ഉറപ്പ്. ആ ഒരു ഇതിലാണ് പുള്ളിയോട് പറഞ്ഞിരിക്കുന്നത്. മാനസികാവസ്ഥയിലും ഒരു ശരീരഭാഷയിലോ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രസൻറ്റേഷൻ ആടവെക്കലാമെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് മനസ്സിലായില്ല. വേറൊരു ആളാണ് ഈ പുള്ളി. ഇവിടെ എടുത്ത് നോ പറഞ്ഞാൽ പിന്നെ രണ്ടാമതുള്ള ഒരു കാര്യമില്ല. ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ, ഒരു പവർഫുൾ മാനാണ് വിജയ്. പവർഫുള്ളാണ്. തീരുമാനിച്ചത് അത് വേറെ യാതൊരു കാര്യമില്ല. എത്രയും ശക്തി വന്നോട്ടെ, എത്ര പവർഫുൾ. നമ്മൾ സിനിമ കാണുന്ന പവർഫുൾ മാൻ തന്നെ. അത് പുള്ളി അഭിനയിക്കുന്ന ഈ കഥാപാത്രം പോലുള്ള പവർഫുൾ നല്ല മനുഷ്യനാണ്. വളരെ വളരെ നല്ല മനുഷ്യൻ. അല്ലെങ്കിൽ ഈ കേരളത്തിൽ കിടക്കുന്ന എനിക്ക് 2 ഡേറ്റ് തന്നില്ലേ. തമിഴ്നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പോയിട്ട് സിദ്ദീഖ് പുതിയ ഡയറക്ടറല്ലേ, വിജയ് അന്ന് ഇത്രയും ആയിട്ടില്ല. വിജയ് കാതലിക്ക് മര്യാദ എന്ന് പറയുന്ന എൻ്റെ അനിയത്തിപ്രാവ് ഫാസിൽ സാർ തമിഴ് റീമേക്ക് ചെയ്ത് ആലപ്പുഴ കൊച്ചിയിൽ ഷൂട്ടിംഗ് സമയത്താണ് വിജയ് വരുന്നത്. വിജയ് ഒരു ചെറിയ പയ്യനാണ്. ഞങ്ങളിങ്ങനെ ലൊക്കേഷൻ്റെ അടുത്ത് ഫാസിൽ സാർ എന്നെ വിജയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഇതാണ് ഈ കാതലിക്ക് മര്യാദയുടെ മലയാളം വെർഷൻ പ്രൊഡ്യൂസർ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ വിജയ് വലിയ ബഹുമാനത്തിലൊക്കെ ഇങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് ഇന്ന് ഒരിക്കലും നടക്കില്ല. എത്ര കഥ പറയാനുണ്ട് കേട്ടിരിക്കും. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് അപ്പം എനിക്കിങ്ങനെ ഒരു തമിഴ് സിനിമ ചെയ്യണമെന്ന് വിജയോട് പറഞ്ഞു. വിജയ് ഒരു റീമേക്ക് സിനിമ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് സിദ്ദീഖിൻ്റെ ഫ്രണ്ട്സ്, ദീലാൻ്റെ ഫ്രണ്ട്സ് അവിടെ ചെയ്തത്. അപ്പം ഒന്ന് ചോദിച്ചു എന്തുകൂടെ പറഞ്ഞത് അഴകിയ തമിഴ്. അപ്പോൾ ഈ ഫ്രണ്ട്സ് ഭയങ്കര വിജയമായി. അവർ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനൊന്നും ആൾക്കാർ വന്നില്ല. പക്ഷേ ഞാൻ സ്വന്തം റിലീസ് ചെയ്ത് 100 പ്രിൻ്റ് സൂപ്പർ ഹിറ്റാണ്. 100 പ്രിൻ്റും 100 ഡേയ്സ് ഓടി. വിജയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് ഈ വാഞ്ചിനാഥൻ ദീന, മുരുകദാസിൻ്റെ ദീന, വാഞ്ചിനാഥൻ, ഫ്രണ്ട്സ് 3 ഒരേ ദിവസമാണ് റിലീസ്. 2001 പൊങ്കലിന് ജനുവരി 12-ാം തീയതി. വിജയ് അന്ന് വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് വിജയ് ഭയങ്കര സങ്കടം. സാർ നമ്മ പടത്തേക്ക് കൂട്ടം കിടയാതെ, വാഞ്ചിനാഥൻ ഹിറ്റ്, ദീന ഹിറ്റ്, നമ്മ പടത്തേക്ക് എങ്കേയും ആൾ കിടയാതെ. ഞാനും വിഷമത്തിലായി. പക്ഷേ എനിക്കറിയാം ഈ ഫാസിൽ സാറിൻ്റെയൊക്കെ സിനിമകൾ ആദ്യത്തെ ദിവസം ആളുണ്ടാകില്ല, 2ാം ദിവസം ഉണ്ടായില്ല. ഞായറാഴ്ചയും തിങ്കളാഴ്ച നോക്കുമ്പോൾ നമ്മുടെ അത് കാരണം എനിക്ക് ആശേഷം ഭയങ്കര ഈ പിന്നെ വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ സാർ പറയണത് പിന്നെ ഓവർസീസ് വിട്ടിട്ടില്ല, OTT സാറ്റലൈറ്റ് വിട്ടിട്ടില്ല, ഏരിയ വിട്ടിട്ടില്ല. ഇത് പ്രൊഡ്യൂസർ എന്നെ മൂടത്തരം പണ്ടറാരാ എന്നാ. കാരണം ഞാൻ കാണിക്കുന്ന മുഴുവൻ പൊട്ടത്തരമാണ്. കാരണം 6.25 കോടി രൂപയാണ് അതിൻ്റെ ചിലവ്. ഒന്ന് സ്വന്തം പൈസ നമ്മൾ അവിടെ നിന്ന് കടമൊക്കെ മേടിച്ചിട്ടിരിക്കുകയായിരുന്നു. മൊത്തം പോകുന്നതാണ് ഇവർ. വിജയുടെ മനസ്സ്. വിജയ് പറയാം സാറേ ഏതോ ഒന്ന് വിറ്റ്. ഞാൻ പറയും വിജയ് നിങ്ങൾ അമ്മതേരി നാളേക്ക് നമ്മൾ പാപ്പം. 2ാമത്തെ ദിവസം ശനിയാഴ്ച വന്നു വിജയ് പറയും കൂട്ടം ഇല്ല നമ്മ പടത്തിൽ വാഞ്ചിനാഥൻ എത്തത്. അപ്പോൾ ഈ വിജയോടെല്ലാം ഈ തിയേറ്ററിലുള്ള ആൾക്കാരൊക്കെ വിജയനെ വിളിച്ച് തിയേറ്ററിൻ്റെ ഓണർമാർ ഇവിടുന്ന് തിരുപ്പൂർ സുബ്രഹ്മണ്യം മറ്റേ അവിടെ ഓരോ തിയേറ്ററുണ്ട്. വിജയ് ഇതൊക്കെ പടത്തിട്ട് കളക്ഷൻ അവർ DCR നോക്കുകയുള്ളൂ, കളക്ഷൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ. ഈ തിയേറ്ററിന് ഉള്ളിൽ നടക്കുന്ന അവർ അങ്ങനെ ചിന്തിക്കില്ല. അവർക്കൊന്നും മനസ്സിലാകില്ല. ഈ തിയേറ്ററിൻ്റെ മുതലാളിമാർക്ക് ഒരു കുഴപ്പമുണ്ട്. അവർക്ക് കളക്ഷനാണ്. ഈ ഇന്നെന്തുണ്ട് നാളെ വരും എന്നുള്ള പ്രതീക്ഷ അവർക്ക്. ഇന്നില്ലെങ്കിൽ അവർക്ക് പടം നിർത്താന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞു വിജയ് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും, തിങ്കളാഴ്ച വരെ എനിക്ക് വേണ്ടി. ഞാൻ വളരെ സങ്കടപ്പെട്ട വിജയ്. പക്ഷേ വിജയ് വളരെ ബഹുമാനം തന്നിട്ടാണ് കേട്ടോ. കാരണം അത് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പടത്തിന് ഈ 4 ഷോയ്ക്കും ഓരോരോ ഷോയുടെ ആൾ പുറത്താണ്. തിങ്കളാഴ്ച 4 മണിക്ക് വിജയ് എൻ്റെ ഫ്ലാറ്റിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കയ്യെടുത്തു. സാർ നമ്മ പടത്തേക്ക് പെരിയ കൂട്ടം താ മീതി എല്ലാ പടത്തേക്ക് അന്ത അളവ് ആളെ നമ്മൾ പെരിയ കൂട്ടം நம்ம தியேட்டருக்கு சார் எல்லா தியேட்டர் ஓனர்ஸும் சொல்கிறாரு கலகலாரம் இருக்குது. കാരണം തിയേറ്ററുകളൊക്കെ ഭയങ്കര ചിരി അത്രയും കോമഡിയുള്ള ഒരു പടം തമിഴ്നാട്ടിൽ ആരും കണ്ടിട്ടില്ല. ഇപ്പോഴും ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് 2ാമത് റീമാസ്റ്റർ ചെയ്ത് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ സൂര്യ അഭിനയിച്ച അന്ന് സൂര്യ പുതുമുഖമാണല്ലോ. വിജയ് അന്നങ്ങോട്ട് കയറി വരുന്നതേ ഉള്ളൂ. വിജയ് സൂര്യയല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ, സൂര്യനെ അറിയത്തില്ലല്ലോ. ഒരു പുതുമുഖമല്ലേ മറ്റേ ആളുകൾ. സൂര്യയുടെ ലൈഫ് അതല്ലേ. ആ പടത്തിൽ സൂര്യ ഇല്ല. സൂര്യനെ വിളിക്കാൻ വേണ്ടി ഞാൻ TR ശേഖർ സാറിന് സൂര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ അവൻ നടിക്കത്തില്ല. അത് ശിവകുമാർ സാറ് ഞാൻ TR ശേഖർ സാറിൻ്റെ എഡിറ്റർ ശേഖർ സാർ പഴയ ആളാണ് വിളിച്ചു പോകും. അപ്പോൾ പറയണത് അവിടെ നടിക്കത്തിരിയാതെ സ്ഥലം എനിക്ക് അവൻ തൊന്തരം കൊണ്ടോ വേണ്ട, ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ സൂര്യ ഇവിടെ ഉണ്ട്. ഇല്ല ഞാൻ ക്രിക്കറ്റ് വിളയുടെ പോകുന്നത് നിങ്ങൾ അവൻ തൊന്തരം കൊണ്ടാണ് പോ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെന്നേ ഉള്ളൂ. അതേ രീതിയിൽ പറഞ്ഞു വിട്ടു ഞങ്ങളെ. പക്ഷേ ഇത് ചെന്ന ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടാവും ഇവനോട്. അമ്മയ്ക്ക് താല്പര്യം, അമ്മ ഇങ്ങനെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ
പോയിട്ട് പറഞ്ഞതായിരിക്കും. സൂര്യ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ വന്നു, മദ്രാസിൽ അശോകിൻ്റെ ഒരു ഫ്ലാറ്റിൽ വന്നിട്ട് സൂര്യ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനതിൻ്റെ കസേരയിൽ ഇരിക്കാൻ വന്ന സൂര്യ ഇരിക്കുന്നില്ല. കാരണം സൂര്യക്ക് പടത്തിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെ വന്ന പടമാണ്. ആ ഒറ്റ പടത്തിൽ വിജയ്ക്ക് ഈക്വലല്ലേ പണം കൊണ്ടത്. സൂര്യ എവിടെയോ പോയി. അപ്പം അത് ഒരു നിമിത്തം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അഴകിയ തമിഴിലേക്ക് ഇത് കാരണമാണ് അവർ ഡേറ്റ് തന്നത്. പക്ഷേ ഞാനിവിടെ നീ വിജയുടെ അടുത്ത് ആ ഉത്തരത്തിലേക്ക് വരാനുള്ള വഴിയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ ഇത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ വിജയ് സന്തോഷമായപ്പോൾ ഞാൻ പറയും, വിജയ് എനിക്കൊരു ഡേറ്റ് കൊടുത്തത് സാർ, എന്തെങ്കിലും എപ്പോൾ വേണേൽ പറഞ്ഞാൽ സാർ, നിങ്ങൾ കേട്ടാൽ പോകും, നിങ്ങൾ ഞാൻ റെഡി. വിജയ്ക്ക് ഭയങ്കര സന്തോഷമായില്ലേ അന്ന്, ഭയങ്കര. കാരണം ഞാൻ അതിന് മുമ്പ് ഒരു കഥയും ഉണ്ട്. പാതിരിക്കാ മര്യാദയിൽ വിജയുടെ ശമ്പളം 17 ലക്ഷമാണ് ശിങ്കിലപുരം കൊടുത്ത്. ഞാൻ അന്ന് പറഞ്ഞു ഈ ഇത് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം 1 കോടിയാവും വിജയ് എന്ന് പറഞ്ഞു. വിജയ് എന്നെ കാര്യം സാർ 50 ലാക്സ് അടച്ചാൽ പോകുന്ന വിജയ് പറഞ്ഞു. അത് കഴിഞ്ഞ പടത്തിന് 1 കാലം വെച്ചു. എൻ്റെ പടത്തിന് ഫ്രണ്ട്സിന് വന്നപ്പോൾ 2 ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ കമ്മി പണിതാൽ, കാരണം ഈ പടം ഹിറ്റാണ്. ഓക്കെ സാർ നമുക്ക് കമ്മി പണിതാണ്. അപ്പോൾ ഈ അഴകിയ സമയത്ത് വിജയ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 8 9 മറ്റായി. പക്ഷെ എന്നോട് അദ്ദേഹത്തിന് 7 രൂപ മേടിച്ചുള്ളൂ, സിനിമ മേടിച്ചിട്ടില്ല. അപ്പോൾ ഒരു റെസ്പെക്റ്റാണ്. അങ്ങനെ ഒന്ന് ഞാനിവിടുന്ന് ഒരുപാട് നമ്മുടെ ഞാൻ ചെയ്ത പടമാണല്ലോ, ജോഷി സംവിധാനം ചെയ്ത പടം സ്പിരിറ്റ് കിടത്തുന്ന ദിലീപ്, റൺവേയുടെ പ്രിന്റ് കൊണ്ട് ഞാൻ കാണിച്ചു റിമേക്ക് ചെയ്യാൻ വേണ്ടി. റൺവേയുടെ പ്രിന്റ് കൊണ്ട് എന്നിട്ട് ഞാൻ റിലീസ് ചെയ്ത പടം, ജോഷിയുടെ ചെയ്ത പടം. വിജയുടെ അപ്പൻ, വിജയുടെ അമ്മ, വിജയുടെ ഭാര്യ, ഞാനും ഒക്കെ ഉണ്ട്, എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ സിദ്ധീനെ കൊണ്ട് ചെയ്യിക്കാറ് റൺവേ ചെയ്താൽ കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് റൺവേ കണ്ടപ്പോൾ വിജയ്ക്ക് പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആ റൺവേ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടുന്ന് കുറേ ആൾക്കാരെ കൊണ്ടുപോയി കഥ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. തമിഴ് രൂപം പറഞ്ഞ ചേരൻ അഡ്വാൻസ് കൊടുത്തു, മഹാരാജിന് അഡ്വാൻസ് കൊടുത്തു, SJ സൂര്യക്ക് അഡ്വാൻസ് കൊടുത്തു. ഈ വിജയ് ഓരോ ഇന്ന സാർ അന്ത ഡയറക്ടർ ഓക്കെയാണ്. SL സൂര്യ വന്നിട്ട് കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല. മഹാരാജൻ വന്നൊരു കഥ പറഞ്ഞു, എന്നൊക്കെ അവർക്ക് തിരഞ്ഞു കിട്ടാറുണ്ട്. ചേരൻ്റെ ഇവിടെ നിന്ന് ചേരൻ വന്നു ഇഷ്ടപ്പെട്ടു. അവസാനം ഞാൻ പറഞ്ഞു, വിജയ് സാർ നീங்களே ഒരു ഡയറക്ടർ വെക്കും, ഞാൻ പ്രൊഡ്യൂസ് പണിക്കില്ല, ഉങ്ക ഇഷ്ടത്തിന്. അപ്പടിയാ ഓക്കെ. അങ്ങനെ പറഞ്ഞ പുള്ളി കൊണ്ടുവന്നതാണ് ഭരതൻ എന്ന് പറയുന്ന തെലുങ്കിൽ ബംഗാരം ചെയ്ത ഒരു അതിൻ്റെ റൈറ്ററായിരുന്നു, അയാളെ ഡയറക്ടറാക്കി. അങ്ങനെ വന്ന പടമാണ് ഈ അഴകിയ തമിഴ് ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റൊക്കെ തന്നു. അതിലൊന്നും കുഴപ്പമില്ല, എപ്പോൾ തന്നാലും നീലാങ്കര വീട്ടിൽ വിജയനെ ചെന്നാൽ കാണാൻ കുഴപ്പമില്ല, വളരെ ഫ്രണ്ട്ലിയാണ്. പുള്ളിയുടെ മാനേജർ രാജേന്ദ്രൻ വിളിച്ചു പറഞ്ഞാൽ കാണാൻ പറ്റും. ചേട്ടനാണ് വിജയ് ഡേറ്റ് എല്ലാം ഓക്കെ ആക്കി. ഷൂട്ടിങ്ങിനെല്ലാം ബാക്കി ഹീറോയിനെ വേണമെന്ന് പറഞ്ഞു, ശ്രേയാശാരൻ വേണമെന്ന് പറഞ്ഞു, ബോംബെയാണ്, 55 ലക്ഷം രൂപ ശ്രേയാശാരൻ. അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്ന ഡേറ്റും ഒക്കെ ചെയ്തു വിജയ്. അപ്പം മ്യൂസിക് ഡയറക്ടറെ മാത്രം ഫിക്സ് ചെയ്തിട്ടില്ല. വിജയ് ഡേറ്റൊക്കെ ഓക്കെ ആയിട്ട് എന്നോട് വളരെ വൈകുന്നേരം വീട്ടിൽ അടുത്തിരുത്തി പതുക്കെ എൻ്റെ കാലിൽ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ട് വിജയ് എന്നോട് പറയാം, സാർ ഇത് കറക്റ്റ് കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്, ഒട്ടും അതിശോക്തിയുണ്ട് സാറേ, എനിക്കൊരു ചിന്ന ആശയുണ്ട് സാർ. അപ്പോൾ ചിന്ന ആശ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പേടിയായി, ഒന്നെങ്കിൽ ഇത് ഡേറ്റ് തള്ളിപ്പോകല്ലോ ദൈവമേ. കാരണം നമ്മളിതെല്ലാം വെച്ചിട്ട് ഫൈനാൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, നടന്നിട്ടില്ലെങ്കിൽ. കാരണം ഇവിടുന്ന് കുറേ നടക്കാതെ ഇനി ഏതൊരു ഡയറക്ടറെ പിടിക്കാനായിരിക്കും പറയുക, അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കും. കുറേ പൈസ പോയേ ഡയറക്ടർമാർക്ക് കൊടുത്തിട്ട്. സുലിന്ദ് തമ്പി അപ്പോഴത്തേക്ക് എൻ്റെ പുള്ളി പറഞ്ഞു, AR റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ നാട വെക്കലാമോ. അതായത് ഈ സിനിമയ്ക്ക് AR റഹ്മാനെ മ്യൂസിക് ഡയറക്ടറായിട്ട് ഫിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സിനിമ സ്റ്റൈലിലേ പറയുള്ളൂ, വളരെ ലളിതമായിട്ട് AR റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ ഒന്ന് ആട വെക്കലാമ. വേറൊരു മ്യൂസിക് ഡയറക്ടറാണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ മതി. വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ വന്നിരിക്കുന്ന ഇളരാജോ ഒക്കെ അങ്ങനെ വന്നു. പക്ഷെ AR റഹ്മാൻ എന്ന് പറയുക പ്രശ്നം അതല്ല, നമുക്ക് പൈസ ഇവിടെ നിന്ന് കടം വാങ്ങാൻ മറുപടി തരും. എത്ര ചോദിച്ചാൽ എനിക്ക് ദൈവസാഹിത്യം മദ്രാസിൽ മാറും. പക്ഷേ ഈ ശങ്കറിനും മണിരത്നത്തിനും മാത്രമേ തമിഴിൽ AR റഹ്മാൻ ചെയ്യുള്ളൂ. ശങ്കർ മണിരത്നം ഹിന്ദിയിൽ വേറെ ചെയ്യും, ഹിന്ദിയിൽ. അപ്പോൾ ഈ ശങ്കറും എല്ലാം മണിരത്നം, ഇത് ഭരതൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറല്ലേ, എങ്ങനെ പോയി ചോദിക്കും? അവർക്ക് ഈ മ്യൂസിക് ഡയറക്ടർ നോക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ആരും ഒരു ശങ്കർ മണിരത്നം ചെയ്യും, ഒരു ടോപ്പല്ലേ. അപ്പോൾ എനിക്ക് പണ്ട് എനിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യം ദിലീപ് ആണെന്നല്ലോ, ദിലീപ് എന്നാണ് മലയാളം. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു പാട്ടിന്
കീബോർഡ് വന്നപ്പോൾ ഗ്രീൻ കാർഡ് വായിക്കാൻ വേണ്ടി വന്ന ചെറിയൊരു പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജറുടെ ഫോൺ നമ്പർ എടുത്തത് സ്വാമി എന്ന് പറയുന്നത്. സ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പോയിൻറ്റ് മേടിച്ച് വൈകുന്നേരം പോയി കണ്ടപ്പോൾ റഹ്മാൻ എടുത്ത് അയ്യോ എന്നെ ഇവിടെ താങ്ങ മുടിயாது, എൻ്റെ സാലറി ഇവിടെ താങ്ങ മുടിயாது, അതായത് എൻ്റെ ശമ്പളം നിങ്ങൾക്ക് താങ്ങ മുടിயாது, അത് നടക്കാൻ പറ്റില്ല സാർ. ഞാൻ മണിരത്നം സാർ, ശങ്കർ സാർ തമ്മിൽ ഞാൻ വേറെ ആർക്കും ഇല്ല. പുള്ളി എന്നെ നടക്കില്ലാന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ എന്നാലും പുള്ളി സാർ സാറിന് പ്രശ്നം പണമല്ല സാർ, ഞാൻ തരില്ല ഇത്. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെതായ ഭവ്യതയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അയാൾ പണലാന്നുള്ള രീതിയിലാക്കി. അങ്ങനെ പറഞ്ഞ് ശമ്പളം ഹിന്ദിയിൽ അദ്ദേഹം 2 കോടിയാണ് മേടിക്കുന്നത്. അപ്പം എൻ്റെ ശമ്പളം എവിടെ നിങ്ങൾക്ക് തരുമെന്ന് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ 2 കോടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ അത് ഹിന്ദിയല്ലേ സാർ, ഹിന്ദിയല്ലേ, തമിഴ്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം രൂപയ്ക്കാണ് ചെയ്തു തന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് വിജയുടെ അടുത്ത് വന്നു പറഞ്ഞു ഞാനത് ഫിക്സ് ചെയ്തു എന്ന് വിജയുടെ അടുത്ത് പറഞ്ഞപ്പോൾ വിജയ്ക്ക് സത്യം ഞാൻ പറഞ്ഞു വിജയ്ക്ക് വിശ്വാസമില്ല. ഞാനെന്തോ വേറെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു അവർക്ക് വിശ്വാസമായില്ല. കാരണം ഞങ്ങൾ പോയി പിറ്റേ ദിവസം വന്നിട്ട് 2 ദിവസം വന്നു കഴിഞ്ഞിട്ട് സാർ എ റഹ്മാൻ ഒക്കെ പണിയാച്ചെന്ന് പറഞ്ഞപ്പോൾ എ റഹ്മാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയാൻ നേരം നടക്കില്ല. പുള്ളി ഡേറ്റ് എടുത്ത് മാറ്റും ഉറപ്പ്. ആ ഒരു ഇതിലാ പുള്ളിയോട് പറഞ്ഞിരിക്കുന്ന മാനസികാവസ്ഥയിലും ഒരു ശരീരഭാഷയിലോ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രസൻറ്റേഷൻ ആടെ വെക്കലാമെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് മനസ്സിലായില്ല വേറൊരു ആളാണ് ഈ പുള്ളി. ഇവിടെ എടുത്ത് നോ പറഞ്ഞാൽ പിന്നെ രണ്ടാമതുള്ള ഒരു കാര്യമില്ല. ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ, ഒരു പവർഫുൾ മാനാണ് ചെയ്യും. പവർഫുള്ളാണ്. തീരുമാനിച്ച അത് വേറെ യാതൊരു കാര്യമില്ല. എത്ര ശക്തി വന്നോട്ടെ, എത്ര പവർഫുൾ. നമ്മൾ സിനിമ കാണുന്ന പവർഫുൾ മാൻ തന്നെ. അത് പുള്ളി അഭിനയിക്കുന്ന ഈ കഥാപാത്രം പോലും പവർഫുൾ നല്ല മനുഷ്യനാണ്. വളരെ വളരെ നല്ല മനുഷ്യൻ. അല്ലെങ്കിൽ ഈ കേരളത്തിൽ കിടക്കുന്ന എനിക്ക് 2 ഡേറ്റ് തന്നില്ലേ, എന്തിന് എന്നെ ചേർത്തിരുന്നത്? ഇപ്പോൾ നമ്മൾ ചെന്ന് നോക്കി. ഇപ്പം ഞാൻ കാര്യത്തിന് വേണ്ടി പോലില്ല. ഞാൻ അഭിനന്ദൻ സാർ സോറി സാർ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. വേറെ കാര്യമില്ല. പുള്ളി ഇപ്പോൾ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ പോകും. അത് കാരണം ഒരുപാട്. അപ്പോൾ എന്നിട്ട് ഈ പുള്ളിക്കൊരു വിശ്വാസം വരുന്നില്ല. അടുത്ത ചോദ്യമാണ് എൻ്റെ വിജയ് എന്നോട് ചോദിക്കുക, സാർ നമുക്ക് റഹ്മാൻ സാർ കൂടെ ഒരു ഫോട്ടോ എടുക്കലാമോ? നമുക്ക് റഹ്മാൻ സാറിൻ്റെ കൂടെ നാളെ പോയിട്ടൊരു ഫോട്ടോ എടുക്കാം. ഫിക്സ് ചെയ്ത ഫോട്ടോ എടുക്കാമല്ലോ, ഫിക്സ് ചെയ്താൽ. അങ്ങനെ വേറെ ഞാൻ ഇപ്പോൾ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഹീറോയും ഞാനിവിടെ ഒരു ഫോട്ടോ കാണുന്ന വിജയ് സാർ പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഞാൻ വിജയ് ഇവിടെ പോയിട്ട് ഡയറക്ടർ കൂടി ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഷെയ്ക്കാൻ്റെ കൊടുത്തപ്പോഴാണ് വിജയ്ക്ക് ഉറപ്പായി. അങ്ങനെയാണ് അതിൽ കാര്യം. ഇനിയും ഒരു കാര്യം കൂടെ അതിലൂടെ പറയാമല്ലോ. അതിനെ പറഞ്ഞാൽ നിങ്ങൾ മുഷിപ്പിക്കുന്നില്ല. അങ്ങനെ വന്നതാണ് അഴകിയ കൊണ്ടുവന്നത്. അങ്ങനെ വന്നതാണ്. എനിക്ക് ലാഭം കിട്ടിയ പടം കേട്ടോ, എനിക്ക് ലാഭം കിട്ടിയ പടം. അതാ ഡയറക്ടർ അവിടെയാണ് ഞാൻ തീരുന്നത്. ഡയറക്ടറായിട്ട് സ്ക്രിപ്റ്റുമില്ല, ഒന്നുമില്ല. ഷൂട്ടിംഗ് സമയത്ത് വരും. ഞാൻ വിഷമിച്ച് ശരിക്കും പോയി 200 ദിവസം മറ്റോ ഷൂട്ട് ചെയ്തു. ഒരു 110 ദിവസം കഴിയുമ്പോൾ പിന്നെ ഞാൻ ലൊക്കേഷനിലേക്ക് പോയില്ല. കാരണം ഇത് കാണാൻ പറ്റുന്നില്ല. മാനേജർ പൈസ കൊടുത്തോട്ടെ ചോദിച്ചു. പൈസ കൊടുത്തു. പിന്നെ ഞാൻ ഷൂട്ടിംഗ് ഉണ്ടാക്കി വിജയിലേക്ക് പോകും. അപ്പോൾ അത് സൂര്യയ്ക്ക് അറിയാം, അത് വിജയ്ക്ക് അറിയാം. പക്ഷേ വിജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വിജയ് പറഞ്ഞിട്ടില്ല വെച്ചത്, വിജയ് വെച്ചില്ല വെച്ചത്.